അമ്മയ്ക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞില്ല. വിസയ്ക്ക് നൽകേണ്ട പണവും അതിന്റെ നൂലാമാലകളും കാരണം കൃത്യസമയത്ത് കാര്യങ്ങൾ നടന്നില്ല. അമ്മ ഈ നിമിഷത്തിൽ എൻ്റെ ഒപ്പം ഇവിടെ ഉണ്ടാകണമായിരുന്നു. കയ്യിലിരുന്ന പ്ലെയർ ഓഫ് ദ മാച്ച് പുരസ്കാരം തന്റെ ആത്മാവിന്റെ ഒരു കഷ്ണമെന്നോണം നെഞ്ചോട് ചേർത്ത് പിടിച്ച് കൺപോളകളിൽ നിന്നും നിറഞ്ഞൊഴുകിയ കണ്ണീർ തുള്ളികൾ നെറ്റിയിലെ വിയർപ്പിലേക്ക് പടരുമ്പോൾ ഒസിന്യ എന്ന 40-കാരൻ വിതുമ്പുകയായിരുന്നു. 2026 ലോകകപ്പിലെ ഏറ്റവും വലിയ അട്ടിമറിക്ക് അറ്റ്ലാന്റോ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച രാത്രി. ലോക ഫുട്ബോളിലെ അധികായന്മാരായ സ്പെയിനിന്റെ സർവത്ര ആക്രമണങ്ങളെയും ഒരൊറ്റയാൻ പോരാളി എന്ന ഒസിന്യ പ്രതിരോധിച്ച രാത്രി. അതെ, ഇനി ഇത് ചരിത്രമാണെന്ന് പറയേണ്ടതില്ലല്ലോ. സ്പെയിനിന്റെ കളി കാണാൻ സ്ക്രീനിന് മുന്നിലെത്തിയ ലോകത്തെ കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകർ കളി കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ഒരു പുതിയ പേരായിരുന്നു, ഒസിന്യ. തന്റെ ആദ്യ ലോകകപ്പ് മത്സരത്തിന് ഇറങ്ങും മുൻപ് വെറും 50,000 ഫോളോവേഴ്സ് മാത്രമുണ്ടായിരുന്ന ആ സാധാരണ ഗോൾ കീപ്പറുടെ അക്കൗണ്ടിലേക്ക് കണ്ണടച്ച് തുറക്കും മുമ്പ് 50 ലക്ഷത്തോളം പേർ ഒഴുകിയെത്തിയതും ഇതുകൊണ്ടായിരിക്കാം. ആരാലും ഭേദിക്കപ്പെടാത്ത ഉരുക്കുകോട്ട. ഒസിന്യ എന്നത് വിളിപ്പേരാണ്. ജോസിമാർ ജോസെ എവോറ ഡയസ് എന്നാണ് അയാളുടെ യഥാർത്ഥ നാമം. ബ്രസീലിയൻ ഇതിഹാസ താരം ജോസിമാറിനോടുള്ള ആരാധന മൂലം അച്ഛൻ നൽകിയ പേരാണിത്. പേരൊക്കെ വിഷയമായിരുന്നെങ്കിലും ജോസിമാർ അറിയപ്പെട്ടിരുന്നത് ഒസിന്യ എന്നായിരുന്നു. ക്രിയോള ഭാഷയിൽ ആ പദത്തിന് മുത്തശ്ശി എന്നാണ് അർത്ഥം. ചെറുപ്പത്തിൽ തന്നെ വളർത്തിയ ഏതാനും വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ട മുത്തശ്ശിയോടുള്ള അദ്ദേഹത്തിന്റെ അമിതമായ അടുപ്പം കണ്ടാണ് കൂട്ടുകാർ ആ പേരിട്ടത്. ആദ്യം പരിഹാസമായി തോന്നിയെങ്കിലും ഒസിന്യ എന്ന പേര് പിന്നീട് അദ്ദേഹം തന്റെ നെഞ്ചോട് ചേർക്കുകയായിരുന്നു. കേപ്പോ വെർദെ എന്ന ആഫ്രിക്കൻ തീരത്തെ 10 ചെറിയ ദ്വീപുകൾ മാത്രമുള്ള വെറും 5.5 ലക്ഷം ജനസംഖ്യയുള്ള ഒരു കുഞ്ഞൻ രാജ്യത്തിന്റെ ഫുട്ബോൾ ചരിത്രവും ഒസിന്യയുടേതും നമുക്ക് രണ്ടായി വായിക്കാൻ സാധിക്കില്ല. അതൊന്നാണ്. ചെറുപ്പത്തിൽ പ്രാദേശിക ലീഗുകളോ കൺമുന്നിൽ മാതൃകയാക്കാൻ ഹീറോകളോ ഇല്ലാതിരുന്ന നാട്ടിൽ നിന്നും 25-ാം വയസ്സിൽ അയാൾ പ്രൊഫഷണൽ ഫുട്ബോളിലേക്ക് ഇറങ്ങി. സൈപ്രസ്, അങ്കോള, മാൽഡോവ, സ്ലോവാക്കിയ തുടങ്ങിയ അപ്രശസ്തമായ ലീഗുകളിലൂടെയുള്ള അലച്ചിൽ. അവിടുന്നോ സഹതാരങ്ങൾ വിളിച്ച പേരാണ് ഒസിന്യ. ഒരു ലോകകപ്പ് മത്സരത്തിന്റെ അരങ്ങേറ്റം കുറിക്കുന്ന ചരിത്രത്തിലെ 2ാമത്തെ ഏറ്റവും പ്രായം കൂടിയ താരം. പക്ഷേ പ്രായം വെറും അക്കങ്ങൾ മാത്രമാണെന്ന് സ്പെയിനിന്റെ ലോകോത്തര സ്ട്രൈക്കർമാരെ അദ്ദേഹം പഠിപ്പിച്ചു. ഒന്ന് ആലോചിച്ചു നോക്കൂ, എത്രയെത്ര വലിയ പേരുകളാണ് കേപ്പോ വെർദെ എന്ന കുഞ്ഞന്മാർക്ക് മുന്നിൽ അണിനിരുന്നത്. ലപ്പോർട്ടെ, കുക്കുറേല, പെഡ്രി, റോഡ്രി, ലാമിൻ യമാൽ, ടോറസ്, ലോകോത്തര നിര. എങ്കിലും അവർ അവരെ തളച്ചു നിർത്തി. മത്സരത്തിലുടനീളം സ്പെയിൻ ആക്രമണം അഴിച്ചുവിട്ടപ്പോൾ ഒസിന്യ 7 അവിശ്വസനീയമായ സേവുകളിലൂടെ കേപ്പോ വെർദെയുടെ രക്ഷകനായി. 1-ാം പകുതിയുടെ ഇഞ്ചുറി ടൈമിൽ ലപ്പോർട്ടയുടെ മാരകമായ ഹെഡർ ഡൈവ് ചെയ്ത് അവിശ്വസനീയമാം വിധം തട്ടിയെടുത്ത ഒസിന്യ മിനിറ്റുകൾക്ക് മുൻപ് ഒയാർസബാലിന്റെ ഗോൾ എന്നുറച്ച ഹെഡറും തടഞ്ഞിരുന്നു. 2-ാം പകുതിയിൽ സ്പാനിഷ് വണ്ടർ കിഡ് ലാമിൻ യമാൽ കളത്തിലിറങ്ങിയിട്ടും ഒസിന്യ എന്ന കോട്ട തകർക്കാൻ സ്പെയിനിനായില്ല. ഒരു മികച്ച സംവിധായകനെ പോലെ തന്റെ ഡിഫൻഡർമാരെ നിയന്ത്രിച്ചും അലറിയും പ്രോത്സാഹിപ്പിച്ചും അദ്ദേഹം ബോക്സിനുള്ളിൽ കാവൽ നിന്നു. മുൻ പോർച്ചുഗൽ താരം റൂയി കോസ്റ്റയുടെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ ലോകമെമ്പാടുമുള്ള കേപ്പോ വെർദെ വംശജരെ ലിങ്ക്ഡിൻ വഴി വരെ കണ്ടെത്തി കെട്ടിപ്പടുത്ത ഈ 25-അംഗ സ്ക്വാഡിന്റെ ചരിത്ര നിമിഷമായിരുന്നു അത്. ഈ രാത്രിക്ക് ശേഷം കേപ്പോ വെർദെയുടെ പ്രസിഡന്റ് പെലെയുടെ പേരിടാൻ ആഗ്രഹിച്ച തങ്ങളുടെ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന് ഒരുപക്ഷെ ഇനി നൽകേണ്ടത് സ്പെയിനിനെ മുട്ടുകുത്തിച്ച തങ്ങളുടെ സ്വന്തം ഒസിന്യയുടെ പേരായിരിക്കും.